ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ്. നമുക്ക് നോക്കിയിരിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ ഉണക്കമുളക് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഉണക്കമുളകിന് പകരം പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ മുളക് പൊടിയും ഉണക്കമുളകൊക്കെയും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ മസാല എഗ് ഓംലേറ്റ് ആക്കാന്ന്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചാൽ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല എഗ് ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ഏറ്റവും ആദ്യം ഉണക്കമുളക് ചേർക്കുക. സവോള ചേർക്കുക, ഇഞ്ചി ചേർക്കുക, കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ചേർക്കുക. അപ്പോൾ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. സവോള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ മുളക് പൊടിയും എണ്ണയിലോട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തേക്കുന്നത്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തപ്പോൾ മുട്ടയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തക്കാളിയിലേക്ക് ഉപ്പ് ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് ചൂടാവണം. ഈ തക്കാളി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കണം മുട്ട ചേർക്കും. ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കണം മുട്ട ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. തക്കാളിയിൽ മുട്ട നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ പിന്നെ ഇത് അപ്പം പോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പരത്തി വെക്കാം. അപ്പോൾ ഇതൊരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതൊരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഈ പാൻ പതുക്കെ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കാം. അപ്പോൾ അത് അടിയിൽ പിടിക്കാണ്ട് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. മറിച്ചിട്ടപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. അത് നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഒട്ടും അടിയിൽ പിടിക്കാണ്ട് നന്നായിട്ട് മറിച്ചിടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ എഗ് ഓംലേറ്റ് മസാല റെഡി ആയിട്ടുണ്ട്.